മഹാരാഷ്ട്രയിലെ പൂനെയിൽ മദ്യപിച്ച് 17കാരൻ അപകടമുണ്ടാക്കിയതിന് പിന്നാലെ അനധികൃത ബാറുകൾക്കും ഹോട്ടലുകൾക്കും എതിരെ കോർപ്പറേഷൻ നടപടി തുടരുന്നു. 54ഓളം അനധികൃത ഹോട്ടലുകളാണ് ഇതുവരെ പൊളിച്ചത്. 3 പബ്ബുകൾ പൊളിച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം ഇതുവരെ കിട്ടിയില്ല. പ്രതി മദ്യപിച്ചു എന്ന് തെളിയിക്കുന്നതിൽ പരിശോധനാ ഫലം നിർണായകമാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്നലെ രാവിലെയോടെ തുടങ്ങിയ നടപടിയാണ് ഈ അനധികൃത ബാറുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും നേരെ കോർപ്പറേഷൻ JCBയുമായി എത്തി ഈ ബാറുകളും മറ്റും പൊളിച്ചു നീക്കുകയാണ്. ഇതിലിപ്പോൾ 3 പബ്ബുകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. 50ഓളം ഭക്ഷണശാലകൾ, ചില ഹോട്ടലുകളുടെയും മറ്റും മുകളിൽ റൂഫ് ടോപ്പിൽ പ്രവർത്തിച്ചിരുന്ന റെസ്റ്റോറൻറ്റുകളും മറ്റും പൊളിച്ച് നീക്കിയതിലുണ്ട്. ഈ നടപടി ഇനിയും തുടരും എന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണം ഈ 17കാരൻ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1:30 കഴിഞ്ഞു 2 മണിയോടെയാണ് ഈ പബ്ബിൽ നിന്ന് പോകുന്നത്. സാധാരണ പബ്ബുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി രാത്രി 1:30 വരെ മാത്രമാണ്. അത് കഴിഞ്ഞും പ്രവർത്തിച്ചു പബ്ബുകൾ. ഈ പബ്ബുകൾ പലതും അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിലുള്ള തിടുക്കപ്പിടിച്ചുള്ള നടപടി ഉണ്ടാവുന്നത്. ഏതായാലും ഈ അപകടത്തിൽ ഈ പ്രതിയായ 17കാരൻ്റെ രക്തസാമ്പിളിന്റെ പരിശോധന ഫലം നിർണായകമാണ്. ഇയാൾ മദ്യപിച്ച് വാഹനമോടിച്ച് 2 ടെക്കികളായ 2 പേരുടെ ജീവനെടുത്ത സംഭവമാണ്. അന്ന് പോലീസ് ഈ രക്തസാമ്പിൾ ശേഖരിക്കുന്നതിലടക്കം വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 9 മണിക്കൂർ കഴിഞ്ഞ് മാത്രമാണ് രക്തസാമ്പിൾ എടുത്തത് എന്ന് പോലീസ് കമ്മീഷണർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ സാഹചര്യം നിയന്ത്രണത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരക്കിലായിപ്പോയി എന്നതാണ് അദ്ദേഹം ന്യായവാദമായി പറയുന്നത്. ഏതായാലും എങ്ങനെ ഇത്രയും വലിയ ഒരു വൈകൽ ഉണ്ടായി എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഈ ബ്ലഡ് സാമ്പിൾ പരിശോധന ഫലം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് വന്നാലേ ഇദ്ദേഹം മദ്യപിച്ചു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും. കാരണം നേരത്തെ ഡോക്ടർ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും പിന്നീട് ഈ പബ്ബിലിരുന്ന് ഇയാൾ മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്, അതൊക്കെ പോലീസിനും സർക്കാരിനും ഒക്കെ ആകെ നാണക്കേടായ സംഭവമുണ്ട്. അതുകൊണ്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ഫലം അത് പോസിറ്റീവായി വരേണ്ടത് പോലീസിൻ്റെ കൂടി ഒരു അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. ഈ പ്രതിയെ ഇപ്പോൾ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ജുവനൈൽ ഹോമിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ഈ പ്രതിയുടെ അച്ഛൻ, ആഡംബരക്കാർ, ഈ പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത പ്രതിക്ക് നൽകിയ അച്ഛൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ നേരിടുകയാണ്. രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത വാഹനമാണ് കഴിഞ്ഞ മാർച്ച് മുതൽ ഈ പ്രതികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. വേണു, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.